ഇത് സത്യമാണ് കേട്ടോ. ഈ മതരാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത അതാണ്. സ്വത്വബോധ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത അതാണ്. ഈ സ്വത്വബോധ രാഷ്ട്രീയം എന്ന് പറയുമ്പം അവരുടെ പേഴ്സണലായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു താല്പര്യം കൊണ്ടുണ്ടാവുന്ന ആ ഒരു രാഷ്ട്രീയം, അത് ഒരിക്കലും അവസാനിക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് മതത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് വലിയൊരു മാസീവായ ഒരു സംഭവമാവും. പ്രത്യേകിച്ച് ഇസ്ലാം എന്നൊക്കെ പറയുമ്പം ലോകത്തിലെ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു മതമാണ്. ഇവർക്ക് ഒരുപാട് പണമൊക്കെ കിട്ടാനായിട്ടുണ്ട്, പുറത്തുനിന്നൊക്കെ കിട്ടാനായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെ നല്ല സുഖമാണ്, വലിയ കഷ്ടപ്പെടാതെ സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെയല്ലേ ഇപ്പോൾ ഉസ്താദന്മാരും ഒക്കെ പള്ളിയിലച്ചന്മാരും ഒക്കെ. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇവരൊരിക്കലും മാറത്തില്ല, ഈ മതരാഷ്ട്രീയവാദികൾ ഒരിക്കലും മാറത്തില്ല. പക്ഷെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അതിൻ്റെ ഐഡിയോളജി പരാജയപ്പെടുന്നെന്ന് ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ ആളുകൾ കളയും. അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ അതിനകത്ത് ഈ മതം സ്വത്ത്, അതുകൊണ്ടാണ് ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ കൂടുതലും മതസ്വത്വം കാണിക്കാൻ തുടങ്ങിയേക്കുന്നത്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി തകരാതെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മതസ്വത്വം കൂടെ വേണം. ഈ മതസ്വത്വം എന്ന് പറഞ്ഞാൽ അതൊരുത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്, അത് മാറത്തില്ല. അവൻ മരിക്കുന്നവരെ അവൻ്റെ മനസ്സിൽ അവൻ്റെ ക്യാരക്ടറാണത്, അവൻ്റെ കൂടെ ഉള്ള സാധനമാണത്. ഞാൻ മുസ്ലിമാണെന്നുള്ളത് മരിക്കുന്നവരെ ഞാൻ മുസ്ലിമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഓരോരോ സിറ്റുവേഷൻസും വിഷയങ്ങളും ഇവരിങ്ങനെ ഉണ്ടാക്കി അതിനെ കത്തിച്ച് നിർത്തും. അതുകൊണ്ടാണ് ഇപ്പോൾ BJP ഹിന്ദു സ്വത്വബോധത്തിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത്. മതസ്വത്വബോധത്തിൻ്റെ രാഷ്ട്രീയം നിലനിൽക്കും, അല്ലാത്ത പാർട്ടികൾ ഇല്ലാതാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ആം ആദ്മി പാർട്ടി ആയാലും ഇതുപോലത്തെയൊക്കെ കുറേ പാർട്ടികൾ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നേരിടും. അത് സ്വാഭാവികമാണ് കുറേ കഴിയുമ്പോൾ. അതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പം ഇത് ഇന്ത്യയിലെന്നല്ല, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഈ വലതുപക്ഷ രാഷ്ട്രീയം മൊത്തം സ്വത്വബോധ രാഷ്ട്രീയത്തിൻ്റെ ആണ്. ഇപ്പം ട്രംപൊക്കെ പറയുന്നത് എന്താണ്? ക്രിസ്ത്യൻ രാഷ്ട്രീയമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യൻ തകരുന്നു, ക്രിസ്ത്യാനിറ്റി, ആ ഒരു ഇത് അതിനകത്തുണ്ട്. ഡെവലപ്മെൻറ്റും ബാക്കി ദേശീയതയൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ട്. BJP പോലത്തെ പൊളിറ്റിക്സ് തന്നെയാണ് ട്രംപിൻ്റെ പൊളിറ്റിക്സ്. BJP പോലത്തെ തന്നെ പാർട്ടിയാണ് ട്രംപിൻ്റെ പാർട്ടി. പിന്നെ കുറച്ചും കൂടി അവർ കുറേ കൂടെ ഇതാണ്, ഡെവലപ്ഡ് ആണ്, കുറേ കൂടി സിവിലൈസ്ഡ് ആണ്. നമ്മളിവിടുത്തെ സംഘികളെ പോലെയല്ല, അവർ കുറേ കൂടി അത് ആ കൾച്ചറലായിട്ടുള്ള ഡെവലപ്മെൻറ്റൊക്കെ കൊണ്ടുണ്ടാകുന്ന സംഭവമാണ്. ഇത് തന്നെയാണ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കാണുന്നത്. കമ്മ്യൂണിസം തകരും. കാരണം കമ്മ്യൂണിസം പറയുന്നത് മതേതരത്വമാണ്. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് സാധ്യമല്ല. ചൈന ഫാസിസത്തിലൂടെ മാത്രമേ അത് സാധിക്കാൻ പറ്റത്തുള്ളൂ.